ഹായ്, ഞാൻ ദീപ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു എക്സസൈസ് റൂട്ടീനാണ്. എക്സസൈസ് ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് സ്ട്രെച്ചിങ്ങും കുറച്ച് ബോഡി മൂവ്മെൻറ്റ്സും. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു ഫിറ്റ്നസ് എക്സ്പേർട്ടോ അങ്ങനെ ഒന്നുമല്ല. എനിക്കുള്ള എൻ്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് അതിന് സ്യൂട്ടബിളായിട്ട് സംഭവം കണ്ടുപിടിച്ച് അത് ഇഫക്റ്റീവായി തോന്നിയതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇതെല്ലാവർക്കും ആവശ്യമുള്ളതായിരിക്കില്ല. അപ്പം ഞാൻ പറയാം, ഓൾറെഡി ഞാൻ പല വീഡിയോസിൽ പറഞ്ഞ പോലെ ഫൈബ്രോമാൽജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് എനിക്കുള്ളത്. ബോഡി പെയിൻ ആണ് മിക്കവാറും ഉള്ളത്. ബോഡി ഇങ്ങനെ സ്റ്റിഫാവും. അപ്പോൾ ഇപ്പോഴും സ്റ്റിഫ്നെസ് ഭയങ്കര പാടാണത്. നമുക്ക് അതും കൊണ്ട് നമുക്ക് മുന്നോട്ട് നടക്കാനായിട്ട്. അപ്പോൾ ഒരു 2021 തൊട്ട് അല്ലെങ്കിൽ 2020-2021 തൊട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബോഡി മൂവ്മെൻറ്റ്സും സ്ട്രെച്ചിങ്ങും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുവിധമെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇത് നിങ്ങളൊരു ഐഡിയ ആയിട്ട് മാത്രം എടുക്കുക. ഇത് ഞാൻ കറക്റ്റ് പോസ്ചറിലോ ഒന്നും ആയിരിക്കത്തില്ല കാണിക്കുന്നത്. ഇതെനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം അതിൻ്റെ താഴെ ഞാൻ ആ ഒരു വർക്കൗട്ടിൻ്റെ അല്ലെങ്കിൽ ആ എക്സസൈസിൻ്റെ പേര് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് അതിൻ്റെ കറക്റ്റ് പോസ്ചറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുവാണെങ്കിൽ ചെയ്താൽ മതി. ഇതെല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഫൈബ്രോമാൽജിയ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. ഫൈബ്രോമാൽജിയ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉറക്കം നമ്മൾ ശരിയാക്കുക എന്നുള്ളതാണ്. ഉറക്കം എനിക്ക് ശരിയാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോൾ. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അത് രാത്രി കറക്റ്റായിട്ട് ഒരു 10 മണിക്ക് മുന്നേ തന്നെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ആ ഒരു പ്രഷർ, ടെൻഷൻ, ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഒരു വള്ളിക്കെട്ട് ഞാനിപ്പോൾ എടുക്കാറില്ല. സോ അതിൻ്റെ ഒരു സമാധാനം ഉണ്ട്. പിന്നെ പെട്ടെന്നുള്ള സ്ട്രെസ് ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാറില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വേദന കയറി വന്ന് കംപ്ലീറ്റ് ബോഡി തളർന്നു പോകാറാണ് ചെയ്യുന്നത്. മരുന്നൊന്നും തന്നെ ഞാൻ എടുക്കുന്നില്ല. മരുന്ന് എടുക്കുന്നത് ശരിയല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മരുന്ന് എടുക്കേണ്ടവർ എടുക്കുക. മരുന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് പെയിൻ മാനേജ്മെൻ്റ് ആണ് കൂടുതലും. നമുക്ക് ആൻറ്റി ഡിപ്രസൻസ് ഒക്കെ ആയിരിക്കും സാധാരണ തരുന്നത്, അല്ലെങ്കിൽ നെർവ് റിലാക്സ് ചെയ്യാനുള്ള മരുന്നുകളൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പോൾ അത് എടുക്കേണ്ടവർ എടുക്കുക. ഞാനിപ്പോൾ ഇത്രയും വർഷമായി, എനിക്ക് തോന്നുന്നു 10-17 വർഷമായി. അപ്പം കുറേ നാൾ ഞാൻ മരുന്ന് കഴിച്ചിട്ട് പിന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ഘട്ടം എത്തിയപ്പോൾ മരുന്നൊക്കെ നിർത്തിയതാണ്. മരുന്ന് എടുക്കുന്നവർ മരുന്ന് എടുക്കുക തന്നെ ചെയ്യുക. ഡോക്ടർ പറയുന്ന തന്നെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ചെയ്യുന്നതാണ് ഈ ബോഡി മൂവ്മെൻറ്റ്സ്. അതായത് ബോഡി എപ്പോഴും സ്റ്റിഫായിരിക്കും. രാവിലെ എണീക്കുമ്പോഴൊക്കെ ഇങ്ങനെ സ്റ്റിഫായിട്ടിരുന്നിട്ട് നമുക്ക് ഈ കൈ വിരലൊന്നും മടക്കാൻ പറ്റത്തില്ല. ഇപ്പം കുറേ നാളായിട്ട് എനിക്ക് പകലും ഈ കൈ വിരൽ മടക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പം ബോഡി മൂവ്മെൻറ്റ് നമ്മൾ സ്ട്രെച്ചിങ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോഡി കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവും. അപ്പോൾ നമുക്ക് ഈ വേദന കുറച്ചും കൂടെ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യും. അതിപ്പോൾ ഒറ്റയടിക്ക് ഇന്നിപ്പോൾ ചെയ്തു തുടങ്ങിയാൽ അങ്ങോട്ട് നാളെ കുറയുമെന്നുള്ളതല്ല. അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെയുള്ളത് നമുക്ക് എന്തെങ്കിലും എക്സസൈസ് നടക്കുക. എക്സസൈസ് എന്ന് പറയാൻ പറ്റില്ല, ബോഡി ഒന്ന് അനങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീന്താം, അല്ലെങ്കിൽ നടക്കാം, ഓടാം, സൈക്കിൾ ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം എനിക്കിപ്പോൾ കംപ്ലീറ്റ്ലി വയ്യാത്തൊരവസ്ഥയിലാണ്. ബെഡിൽ നിന്ന് എണീറ്റ് നടക്കാനും ഉള്ള ആരോഗ്യമില്ല. പക്ഷെ ഞാൻ ചെയ്തു പോകുന്നൊരു കാര്യം, അതായത് എപ്പോഴും ചെയ്യില്ല, തീരെ വൈകി അന്ന് ചെയ്യത്തില്ല. പക്ഷെ അത്യാവശ്യം എനിക്കൊന്ന് എണീറ്റ് നിൽക്കാം എന്ന് തോന്നുന്നൊരു സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു റൂട്ടീനാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് നോക്കിയിട്ട് ചെയ്തു നോക്കൂ. ഇനി ഇതിനകത്ത് ഒരു അഡീഷണൽ ഫാക്ടറും കൂടെ പറയാനുള്ളത്, ഞാൻ ഈ എക്സസൈസൊക്കെ ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയും. അമ്മയ്ക്ക് നല്ല മുട്ടുവേദനയും കാലുവേദനയും എല്ലായിടത്തും വേദനയാണ്. അമ്മയ്ക്ക് ഫൈബ്രോമാൽജിയ ഒന്നും ഇല്ല, പക്ഷെ മുട്ടുവേദന നന്നായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു, അമ്മ മുട്ടുവേദന ഉണ്ടെങ്കിൽ ഇന്ന കുറച്ച് സെറ്റ് ഓഫ് എക്സസൈസ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അമ്മ അതുപോലെ ചെയ്യാൻ തുടങ്ങിയിട്ട് അമ്മയ്ക്കൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എടി നല്ല വ്യത്യാസമുണ്ട്, ഞാനിപ്പോൾ അത് തന്നെ. അമ്മ ഫുൾ ബോഡി ഒന്നും ചെയ്യത്തില്ല, ആ കാലിൻ്റെ മാത്രം എക്സസൈസ്. അത് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ കുറച്ച് എക്സസൈസ് പറയത്തില്ലേ, അതുപോലത്തെ കുറച്ച് സാധനമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അതിപ്പോൾ അമ്മ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് ആ മുട്ടുവേദനയ്ക്ക് പ്രശ്നം കുറവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കാണിക്കുന്ന എക്സസൈസ് റൂട്ടീനിൽ തന്നെ ലെഗിൻ്റെ ഒരു ഏരിയ ഞാൻ കാണിക്കുന്നുണ്ട്. അതാണ് മുട്ടുവേദനയ്ക്ക് അമ്മ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം എപ്പോഴാണ് ഈ എക്സസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ എണീറ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി രാവിലെ കൊച്ചുങ്ങളെയൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാനൊരു ഇച്ചിരി കട്ടൻ ചായം കുടിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. ഇല്ല, ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എങ്കിലും ഭയങ്കര ഹെവി ആയിട്ട് ചെയ്തിട്ട്
ഈ പരിപാടി ചെയ്യാൻ നിൽക്കരുത്. പക്ഷെ സ്ട്രെച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സ്ട്രെച്ചിങ് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ എക്സസൈസിൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് നൈറ്റി ഇട്ടും ചെയ്യാം. കാരണം ഞാൻ നൈറ്റിയിലാണ് എപ്പോഴും ചെയ്യുന്നത്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് അത്യാവശ്യം മേനെയുള്ളൊരു ഡ്രസ്സ് ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ കാലൊക്കെ പൊക്കിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് കാലിൽ ഇങ്ങനെ കാല് പൊക്കുമ്പോൾ നമ്മുടെ കാല് മുട്ട് കയറി പിടിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടാതിരിക്കാം. നൈറ്റിയാണ് എടുത്ത് കെട്ടിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സ് ഇടാതിരിക്കുക. ആ പിടുത്തം വരുന്ന രീതിയിൽ ഡ്രസ്സ് ഇടാതിരിക്കുക. പിന്നെ ഷൂസ് ഇട്ടാൽ നല്ലത്. ഷൂസ് ഇട്ടാൽ നിങ്ങൾക്ക് കാലിന് ഒരു കാല് വേദന, കാല് ഭയങ്കരമായിട്ട് തറയിലോട്ട് കുത്തം. എനിക്ക് ഉപ്പൂറ്റി ചിലപ്പോൾ കുത്തുമ്പോൾ എനിക്ക് വേദന എടുക്കാറുണ്ട്. ഞാനിപ്പം ഷൂസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. പിന്നെ ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ വേദന തുടങ്ങും. അപ്പോൾ ആ വേദന അത്യാവശ്യം പിറ്റേന്ന് നമ്മൾ ചെയ്ത് ഒരു 2-3 ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റ് ആയിക്കോളും. പിന്നെ ആദ്യമേ കൂട്ടിയിട്ട് ഇതിനിങ്ങനെ ഓരോ സെറ്റും ഒരു 10 തവണ വെച്ച് ചെയ്യാനാണ് പറയുന്നത്. 10 തവണ × 3 റെപ്പറ്റീഷൻ. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം ചെയ്യാനായിട്ട് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ജിമ്മിൽ പോയാലും അവർ പറയുന്ന ഒരു എക്സസൈസ് 10-20 തവണ × 3 റെപ്സ് അതൊക്കെയാണ് നമുക്ക് തരുന്നത്. അത്രയൊന്നും നമുക്ക് ചെയ്യാനായിട്ട് ആദ്യം ആരോഗ്യം ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ചെയ്യുക. പിന്നീട് നമുക്ക് ഈ 10 times × 3 reps ഒക്കെ ചെയ്തു തുടങ്ങാം. ഞാനിപ്പം കുറേ നാൾക്ക് ശേഷം റീസ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്, ഞാനിപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പം എനിക്ക് വേദന കൂടിയപ്പോഴാണ് എനിക്ക് വീണ്ടും ബോധോദയം ഉണ്ടായി ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പം ഞാനിപ്പോൾ ഒരു 10 പ്രാവശ്യമേ ഓരോന്നും ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അധികം സംസാരിക്കാണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറയാം. ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ് ആണ്. അത് എനിക്ക് കഴുത്തിന് നല്ല വേദനയുള്ള. സോ നെക്കിൻ്റെ സ്ട്രെച്ചിങ് പല രീതിയിലുണ്ട്. ഇങ്ങനെ ഒരു 5 തവണ തിരിച്ച് ഒരു 5 തവണ ചെയ്യാം. ഞാനിപ്പോൾ അത്രയും ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് കൈ ഇങ്ങനെ പുറകിൽ വെച്ചിട്ട് ഈ കൈ വെച്ചിട്ട് നന്നായിട്ട് സൈഡിലേക്ക് വലിക്കുക. ഓക്കെ, ആ ഒരു സ്ട്രെച്ച് ഇവിടെ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു 5 seconds ഹോൾഡ് ചെയ്യാം, 10 seconds ഹോൾഡ് ചെയ്യാം. എനിക്കവിടെ നല്ല പെയിനാണ് അവിടെയൊക്കെ. അങ്ങനെ 2 സൈഡിലോട്ടും വലിക്കാം. പിന്നെ നമുക്ക് പുറകോട്ട്, തല പുറകോട്ട് കേട്ടോ പ്രസ് ചെയ്യുക. നമ്മുടെ ഈ കൈ ഇങ്ങനെ വെച്ചേക്കുന്നിടത്തേക്ക് പ്രസ് ചെയ്യുക. അങ്ങനെ ഒരു 5-10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. സെയിം വേദ ഇങ്ങനെ. നമ്മൾ ഇങ്ങോട്ടൊന്നും ആവണ്ട. നമ്മൾ എങ്ങനെ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിന്നിട്ട് ഇതിനെതിരായിട്ട് പ്രസ് ചെയ്യാം, ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്യാം. അപ്പം ഇവിടാണ് നമുക്ക് അതിൻ്റെ സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ 10 സെക്കൻഡ് വീതം ചെയ്യാം. പിന്നെ അടുത്തത് ഷോൾഡറാണ്. എനിക്ക് ഷോൾഡർ നല്ല പണിയുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ പതുക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇതും ഇതുപോലെ 10-5 തവണ ചെയ്യാം. തിരിച്ചും. ഓക്കെ, ഒരു മിനിറ്റ്. സെയിം വേ ഈ ഒരു കൈയും. ഇവിടാണ് സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 5-10 വെച്ച് ചെയ്യാം. ഇതിനൊന്നും ആദ്യം കണക്കൊന്നുമില്ല. നമ്മൾ ചെയ്തു നോക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതൊന്നും കൈയൊന്നും പോക്കാൻ പോലും പറ്റില്ല. എനിക്കും അങ്ങനെ ആയിരുന്നു. സോ അതങ്ങനെ. പിന്നെ ഉള്ളത് ഈ കൈ ഇങ്ങനെ എടുത്ത് ഈ ഒരു കൈ ഇങ്ങനെ വെച്ച് ഇങ്ങോട്ടേക്ക് വലിക്കുക. അപ്പം ഈ ഒരു ഭാഗം ഇവിടം എല്ലാം നല്ലോണം വലിയും. അപ്പോഴൊക്കെ നമ്മൾ കഴുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വയ്ക്കുക. അതിങ്ങനെ കുനിഞ്ഞിട്ടോ ഒന്നുമല്ല. ഇതൊന്നുമല്ല പോസ്ചർ. നിങ്ങൾ തപ്പുക കേട്ടോ. നിങ്ങൾ കാര്യമായിട്ട് നോക്കുക. ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം.
ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ്. സെയിം വേ ഇവിടെയും. ഓക്കെ. പിന്നെ ഉള്ളത് ഇതിങ്ങനെ വെച്ച് ഇതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ടേ ഇത് ഈ കൈമുട്ട് ഇങ്ങോട്ട് വലിക്കുക, ഈ ഷോൾഡർ ബ്ലേഡ് ഇങ്ങോട്ടേക്ക് വലിക്കുക. അങ്ങനെ ഹോൾഡ് ചെയ്യുക കുറച്ച് നേരം. സെയിം വേ അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് സ്ട്രെച്ച് ആവും. എനിക്ക് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഇവിടെ ഉള്ള ഒരു പ്രശ്നം കുറേയൊക്കെ മാറി കിട്ടും. അപ്പം എനിക്ക് വേദനയുള്ള സമയത്ത് ഉറപ്പായിട്ട് ഓടി വന്ന് ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങൾ കേട്ടോ. ഇനി നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്യുക, തലയിറക്കമൊക്കെ ഉള്ളവർ ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്യാം. ഓക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടം പിന്നെ ഈ ഒരു ഭാഗമൊക്കെ നല്ലതായിട്ട് സ്ട്രെച്ച് ആവും. അപ്പോൾ അത് ഭയങ്കര ഒരു ഇഫക്റ്റീവ് സാധനമാണ്. പിന്നെ ഉള്ളത് നടുവേനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ പരിപാടി. എനിക്കങ്ങനെ എനിക്ക് നടുവേനയും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് കംപ്ലീറ്റ് ബോഡി പെയിൻ ആണ്. എല്ലായിടും ഇങ്ങനെ നീര് വെച്ച കണക്കത്തെ അവസ്ഥയാണ് എനിക്ക്. അല്ലാതെ അങ്ങനെ നടുവേദന അങ്ങനൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അത് നോക്കുക. പിന്നുള്ളത് ഇത് എനിക്ക് ജിമ്മിൽ പോയപ്പോൾ 2 ദിവസമേ പോയുള്ളൂ. ജിമ്മിൽ പോയപ്പോൾ അവർ പറഞ്ഞൊരു എക്സസൈസാണ്. എക്സസൈസ് അല്ല, സ്ട്രെച്ചാണ്. പക്ഷെ എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയേ. എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ചാരി നിൽക്കുക, നമുക്ക് അല്ലാണ്ട് നിൽക്കാനുള്ള ഉണ്ടാകത്തില്ല. അവർ ചാരി നിൽക്കാണ്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരെന്നാന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ. അപ്പം മുട്ട് നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുക ഇങ്ങോട്ട്. ഓക്കെ. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ഇത് വലിച്ച് ബോഡിയോട് ചേർത്തിട്ടേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്ട്രെച്ച് കിട്ടും. ഓക്കെ. ഇനിയെന്ന് പറയുന്നത് കാല് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നും കാല് ഇങ്ങോട്ട്, എന്താ എന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പം ഈ ഒരു ഭാഗം നല്ല സ്ട്രെച്ച് ആവും. സെയിം വേ അടുത്ത ഇതോ. ഓക്കെ. ഓക്കെ. ഇനി കാഫ് റേസ് ആണ്. ഈ ഉപ്പൂറ്റിയിലും മറ്റേ കാലിൻ്റെ വിരലിലുമായിട്ട് മാറി മാറി നിൽക്കുന്നതാണേ. ഓക്കെ. അത് പിടിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ബാലൻസിനൊക്കെ നല്ലതാണ്. നമുക്ക് ഒത്തിരി പ്രായമാകുമ്പോഴേ നമുക്ക് ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ, കുറേ പ്രായമാകുമ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ് ഇല്ലായ്മയൊക്കെ ഉണ്ടല്ലോ, അതിന് എഫക്റ്റീവ് ആണെന്ന് ഞാനിങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് കാലിൻ്റെ തള്ളവിരലിൽ കുറച്ച് നേരം നിൽക്കുക, പിന്നെ ഉപ്പൂറ്റിയിൽ നിൽക്കുക കുറച്ച് നേരം. ഓക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കാഫ് റേസ്. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള എക്സസൈസ്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. എക്സസൈസ് അല്ല, ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വലിക്കാറുണ്ട്. കാരണം എൻ്റെ കൈക്ക് നല്ല ബലക്കുറവാണ്. അങ്ങനെ ഇറുക്കി പിടിക്കാനൊന്നും ഒക്കത്തില്ല. സോ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യാറുണ്ട്. സെയിം വേ തിരിച്ചും ഇങ്ങനെ ഹോൾഡ് ചെയ്യും കുറച്ച് നേരം. ഓക്കെ. പിന്നെ ഇങ്ങനെ ചെയ്യാം. ഇത് ഇവിടെ കൈക്ക് എനിക്ക് ഭയങ്കര പ്രയാസമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണേ. ഓക്കെ.
ഇനി കുറച്ച് ബിഗിനർ രീതിയിലുള്ള നമ്മൾ നോർമൽ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ 10 minutes കൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തത് സ്റ്റാൻഡിങ് ജാക്സ് ആണ്. നമ്മൾ വണ്ണം കുറയ്ക്കാൻ പറയുമ്പം ജമ്പിങ് ജാക്സ് പറയാറുണ്ട്, ഇങ്ങനെ ചാടി ഇങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് സ്റ്റാൻഡിങ് ജാക്സ് ആണ്. അത് നിൽക്കുന്നിടത്തുനിന്ന് ഇങ്ങനെ, കാണുമ്പോൾ എളുപ്പമാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശ്വാസം വിട്ടുന്ന പോലെയൊക്കെ തോന്നും. എനിക്ക്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. സോ ഇത് ഒരു സൈഡിലേക്ക് 10 വെച്ച് 10 times, അങ്ങനെ 3 reps, അതാണ് അവർ പറയുന്നത്. ഞാനൊരു 10 തവണ കൊണ്ട് തന്നെ നിർത്തും. അതായത് അങ്ങോട്ട് 10 ഇങ്ങോട്ട് 10, മനസ്സിലായില്ലേ? ഇതിൻ്റെ തന്നെ ചാടിയിട്ടുള്ളതാണ് ജമ്പിങ് ജാക്സ് എന്ന് പറയുന്നത്. ഇത് സ്റ്റാൻഡിങ് ജാക്സ്. ഇതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ വേറെ വിവരമുള്ളവർ ചെയ്യുന്നത് നോക്കിയിട്ട്, ഓക്കെ. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വെള്ളമൊക്കെ കുടിക്കാം. ഇതിനിടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് പയ്യെ റെസ്റ്റ് എടുത്തിട്ട് വേണം ഓരോന്ന് അടുത്തടുത്ത് ചെയ്യാനായിട്ട്. ഞാൻ പിന്നെ ഒറ്റയടിക്ക് ചെയ്യും, തീരെ വയ്യ, ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാവുള്ളൂ. റെസ്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയിട്ട് പോകും, അതുകൊണ്ടാണേ. ഇനിയിപ്പോൾ ഹൈ നീസാണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് കാലിങ്ങനെ പൊക്കി ചെയ്യാം. അത് കാല് പൊക്കാനായിട്ടുള്ള പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരെ ചൊവ്വയുള്ള ഡ്രസ്സ്, നമ്മളിങ്ങനെ കാല് കയറി പിടിക്കുന്ന ഡ്രസ്സ് ഇടാതിരിക്കാം. പാൻ്റാണെങ്കിലേ ഈ കാലിൻ്റെ മുട്ട് കുറേ അധികം പൊക്കി കൊണ്ടുവരാം, വയറിന് നേരെ കൊണ്ടുവരാം. എന്നുവെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ആവാനും പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിന്ന്. ഫിറ്റ്നസ് എക്സ്പേർട്സ് ഒന്നും ഇത് കാണരുത്. ഇത് ഞാൻ എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ബോഡി കണ്ടീഷൻ വെച്ച് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന, എൻ്റെ ബോഡിക്കൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല വീഡിയോസ് കണ്ടിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു റൂട്ടീനാണ്. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ 10 തവണ ചെയ്യാം. ഇൻറ്റു 3 reps ആണ് പറയുന്നത്. ഞാൻ അത്രയും ചെയ്യാറില്ല, ഇപ്പോൾ ചെയ്യാറില്ല. കുറേ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു ആരോഗ്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതാണേ. പിന്നെ ഉള്ളത് സിറ്റ് ആൻഡ് സ്റ്റാൻഡാണ്. അത് നമുക്കൊരു കസേര ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് ചെയ്യാം. ഇത് സ്ക്വാട്ടിന് പകരം ചെയ്യുന്നതാണ്. സ്ക്വാട്ട് ഇങ്ങനെ ചെയ്യത്തില്ലേ, ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടുവേദന ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് മുട്ടുവേദന ഉള്ളതാണ്. അപ്പം സ്ക്വാട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. ഓക്കെ, ഇതിന് പകരം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, പയ്യെ ഇരിക്കുക, പിന്നെ എണീക്കുക. ഇതാണ് സിറ്റ് ആൻഡ് സ്റ്റാൻഡ്. സ്ക്വാട്ടിന് പകരമാണ്. മുട്ടുവേദന ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്ന് പിടിച്ചൊക്കെ ഒന്ന് ഇരുന്ന് പയ്യെ, ഇതും പോലും ചെയ്യാൻ പ്രയാസമുള്ളവർ കാണും, പക്ഷെ ഇത് കുറേശ്ശെ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നിയാലും ചെയ്തു തുടങ്ങുമ്പോൾ പാടാണ്. നിങ്ങളിപ്പോൾ ഇത് ഒരു കറക്റ്റായിട്ട്, ഞാൻ എൻ്റെ അമ്മയോട് പറയുന്ന പോലെ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഇത് ഒരു ദിവസം രാവിലെ എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ചുമ്മാ ഇപ്പോൾ കസേരയിൽ ഇരിക്കുമ്പോൾ എന്നാൽ പിന്നെ ഒരു 10 സിറ്റ് ആൻഡ് സ്റ്റാൻഡ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ചെയ്യുക. അല്ലാതെ ഇതിനൊരു സമയം കണ്ടെത്തിയൊന്നും ചെയ്യണ്ട. ചുമ്മാ നിൽക്കുന്ന സമയത്ത് കാഫ് റൈസ് ചെയ്യുക എവിടെയെങ്കിലും പിടിച്ചിട്ട്, നല്ലതാണ്. മനസ്സിലായില്ലേ? ചുമ്മാ നിൽക്കുന്ന സമയത്ത് ഇത് സ്ട്രെച്ച് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അല്ലാതെ ഇതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തിയൊക്കെ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സിറ്റ് ആൻഡ് സ്റ്റാൻഡ് കഴിഞ്ഞു. ഇനിയുള്ളത് വാൾ പുഷപ്പാണ്. കൈ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇച്ചിരി മാറി നിൽക്കുക. ഓക്കെ, ഇങ്ങനെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കേട്ടോ, തല ഇങ്ങനെ കുനിഞ്ഞിട്ടോ ഒന്നുമല്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക്. ഇതിനും എന്തോ പോസ്റ്ററുണ്ട്, എനിക്കത് കറക്റ്റ് അറിയത്തില്ല. ഞാൻ നോക്കുമ്പം എനിക്ക് ഈ ഒരു ഭാഗത്തും ഇവിടെയും അതിൻ്റെ ഒരു പ്രഷർ ഫീൽ ചെയ്യുവേ. നമ്മുടെ വെയിറ്റ് മൊത്തം നമ്മുടെ കയ്യിലോട്ടും, ആ കൈ വെച്ചിട്ട് തന്നെ മുന്നോട്ടും ബാക്കിലോട്ടും പോവാണ്. നമ്മൾ താഴെ കിടന്ന് പുഷപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണിത്. അല്ലെങ്കിൽ പിന്നെ നമുക്കിതുപോലെ കസേരയോ, നല്ല ബലമുള്ള കസേര, അല്ലെങ്കിൽ അടുപ്പും പാതകമോ സെറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതേലോട്ട് ഇങ്ങനെ പുഷപ്പ് ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കസേരയ്ക്ക് ബലമില്ല. അപ്പം ഇനി അടുത്ത ഞാൻ പറഞ്ഞത് ലെഗിൻ്റെ എക്സസൈസ് ആണ്, അല്ലെങ്കിൽ നീ
ഈ ഈ താഴോട്ടുള്ള ലോവർ ബോഡിയുടെ എക്സസൈസ് ആണ്. ഇതാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അമ്മ അത് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. അത് 10 തവണ വെച്ച് 3 റെപ്പറ്റീഷൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ആണ്. അത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ എന്തായാലും ഒരു സ്റ്റെപ്പ് കാണും. വീട്ടിലോട്ട് കയറുന്നതിന് ഒരു പടിയെങ്കിലും കാണുമല്ലോ. അപ്പോൾ ആ പടി മതി. അതിലോട്ട് കയറുക ഇറങ്ങുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ്. ഓക്കെ. അത് ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് കാണുമല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് മുകളിലോട്ട് കയറിക്കാം. ഓക്കെ. എവിടെയെങ്കിലും ഒരു സ്റ്റെപ്പ് കാണുമല്ലോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറിയത്. നിങ്ങൾ ഏറ്റവും ആ താഴത്തെ ഇതിൽ തന്നെ നിന്നാൽ മതിയേ. ഓക്കെ. ഏറ്റവും താഴത്തേൽ നിന്ന് നിങ്ങൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇവിടെ നിൽക്കുക. 1. ആ വെച്ച കാല് തന്നെ പുറകോട്ട് എടുക്കുക. ഈ വെച്ച കാല് വെച്ച് കയറുന്നു. പിന്നെ ഈ വെച്ച കാല് തന്നെ താഴോട്ട് എടുക്കുക. അങ്ങനെ അത് ഒരു സൈഡാണേ. അപ്പോൾ 1, 2, 3. അത് ഒരു സൈഡ്. ഇനി ഈ ഇടത്തെ കാല് 1, 2, 3, 4. മനസ്സിലായോ? ഇത് നമുക്ക് പിടിച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടുവേനൊന്നും വലിയ പ്രയാസം ഇല്ലെങ്കിൽ നമുക്ക് ഓക്കെ. ഇത് ആദ്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മുട്ടുവേന ഉണ്ടെങ്കിൽ. ബട്ട് സ്റ്റിൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. ഇനി അടുത്ത നമ്മൾ നേരത്തെ ചെയ്ത സാധനം തന്നെയാണ് വാൾ കാഫ് റേസ് എന്നുള്ളത്. എവിടെയെങ്കിലും പിടിച്ചു നിന്നിട്ട് നമ്മൾ കാഫ് റേസ് ചെയ്യുക. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വാളിൽ പിടിച്ചു നിന്നിട്ട് കാഫ് റേസ് ചെയ്യുക 10 തവണ into 3 സെറ്റ്സ് കേട്ടോ. ഇനിയുള്ളത് സീറ്റഡ് നീ എക്സ്റ്റൻഷൻ. ഞാൻ ഇങ്ങനെ കാണിക്കാം. ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താണ്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇരിക്കുക. എന്നിട്ട് കാലിങ്ങനെ നീട്ടുക. ഓക്കെ. കാല് നീട്ടുക. താഴോട്ട് വയ്ക്കുക. പിന്നെയും കാല് നീട്ടുക. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണേ. എന്നിട്ട് കാല് നീട്ടുക. ഇത് ഈ ഒരു ഭാഗം മുട്ട് അവിടെ നല്ല സ്ട്രെച്ചിങ്ങുമാണ്. നല്ല അതിൻ്റെ ഇമ്പാക്റ്റ് അവിടെ വരും. ഓക്കെ. ഇതിങ്ങനെ 10 തവണ. ഇതാണ് അമ്മ ചെയ്യുന്നത്. അമ്മയ്ക്ക് എളുപ്പമാണ്. സെറ്റിയിലിരുന്ന് ഇങ്ങനെ കാല് നീട്ടിയാൽ മതി. അപ്പോൾ അമ്മ ഇത് സ്ഥിരം അമ്മ വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത് തന്നെ പരിപാടി. അപ്പം അങ്ങനെ അമ്മയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞത്. അന്നേരം ഞാൻ ആലോചിച്ചു ഓക്കെ ഇതിനെ ബേസ് ചെയ്തൊരു ചെയ്യാം, എല്ലാവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയാലോ. അപ്പോൾ സീറ്റഡ് നീ എക്സ്റ്റൻഷൻ. ഇനി സ്റ്റാൻഡിങ്. ഇനി അടുത്തത് സൈഡ് ലെഗ് ലിഫ്റ്റ് ആണേ. അതിന് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പിടിച്ചോണ്ട് നിന്നിട്ട് നമ്മൾ ഒരു കാല് ഇങ്ങനെ തന്നെ, ഒരു കാല് ഇങ്ങനെ വേന എടുക്കും. പയ്യെ ചെയ്യണേ. വേണേ പിടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനാണ് ഞാൻ പറഞ്ഞത് നല്ല കറക്റ്റ് ഡ്രസ്സായിരിക്കണം. നമുക്ക് നൈറ്റിയിലും ചെയ്യാം. ഇത് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇവിടെ നല്ലോണം കയറി ഉളുക്കി പിടിക്കും. സോ പയ്യെ ചെയ്യാവുള്ളൂ. എനിക്ക് ഭയങ്കര പാടാണ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാ. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഇവിടെ ഒരു 10 തവണയാണെങ്കിൽ ഒത്തിരി പോക്കണമെന്നില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒത്തിരി പോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം തൽക്കാലം വേണ്ട. അതുപോലെ ഇങ്ങോട്ടും. ഓക്കെ. സൈഡ് ലെഗ് ലിഫ്റ്റ്. ഇനിയുള്ളത് സ്റ്റാൻഡിങ് ഹാംസ്ട്രിങ് കേൾസ് ആണ്. ഇങ്ങനെ നിന്നിട്ട് നമ്മൾ കാലിങ്ങനെ പുറകോട്ട് കൊണ്ടുവരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാം. ഓക്കെ. പിടിക്കണമെങ്കിൽ പിടിക്കാം. ഇല്ലെങ്കിൽ ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്ത്, താഴ്ത്താക്കുക, പിന്നെയും പുറകോട്ടാക്കുക, താഴ്ത്താക്കുക. ഓക്കെ. ഹാംസ്ട്രിങ് കേൾസ്. ഓക്കെ. ഇനിയുള്ളത് കൈക്കുള്ളതാണ്. അതിന് നമുക്ക് നമ്മുടെ
കയ്യിൽ വാട്ടർ ബോട്ടിലോ ഡംബലോ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതും ഞാൻ ചെയ്യുന്ന കറക്റ്റാണെന്നൊന്നും എനിക്ക് അവകാശമില്ല. ബട്ട് സ്റ്റിൽ വെയിറ്റ് എടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഷോൾഡർ പ്രസ്സാണേ. ഓക്കെ, പയ്യെ ചെയ്യണം. ഇതിനെന്തൊരു ബ്രീത്തിങ് രീതിയും കൂടെ ഉണ്ട്, എനിക്കറിയത്തില്ലത്. അപ്പം ഞാനിപ്പം എനിക്ക് യൂട്രസ് പ്രൊലാപ്സും കൂടെ ഉള്ളതുകൊണ്ട് ഈ വെയിറ്റ് എടുത്ത് പരിപാടി ഒന്നും ചെയ്യരുതേ, ഇത് അധികമൊന്നും ഇല്ല, 2 കിലോയുടെ സംഭവമാണ്, വെയിറ്റ് എടുത്ത് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാറുള്ളൂ. എന്തിനാ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഓക്കെ, അങ്ങനെ 10 കാണാം. ഇനി ഇല്ല, നിങ്ങൾക്ക് റെസിസ്റ്റൻറ്റ് ബാൻഡ് കിട്ടും വാങ്ങിക്കാൻ. ഇത് ഒരു ടൈപ്പ്, അല്ലാതെ റെസിസ്റ്റൻറ്റ് ബാൻഡ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. നമ്മുടെ അടുത്ത എക്സസൈസാണ്. അടുത്തത് ഫ്രണ്ട് റേസ് ആണ്. അപ്പോൾ കാലിൻ്റെ അവിടെ അതിൻ്റെ നടുക്കത്തെ ഭാഗം വെച്ചിട്ട് നമ്മളിത് കൈ കൊണ്ട് പിടിക്കുക. എന്നിട്ട് ഫ്രണ്ട് റേസ് ആണ്. ദാ 1 2 3. ഓക്കെ, മനസ്സിലായോ? ഒരു ഫ്രണ്ട് റേസ് ഇങ്ങനെ ചെയ്യുമ്പോൾ കൈക്ക് ബലമാവും. മനസ്സിലായോ? നമുക്ക് കൈയൊന്നും പൊക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവർ പയ്യെ ചെയ്ത് തുടങ്ങാം. ആദ്യം ഇപ്പോൾ 5 തവണ ഒന്നും ചെയ്യണ്ട, ഒരു 2 തവണ ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ എളുപ്പമാണെങ്കിലും പാടാണ്. എന്നെ കൊണ്ടൊക്കെ ഭയങ്കര പാടാണ്. കാരണം എൻ്റെ ബോഡി മൊത്തത്തിൽ പെയിൻ. ഇപ്പം എനിക്കിവിടെ ഇങ്ങനെ വലിക്കുന്ന സമയത്തും എനിക്കിവിടെയാണ് ഇപ്പോൾ വേദന കയറുന്നത്. അപ്പം വേദനയുണ്ട്, പക്ഷേ ഈ ബോഡി അനങ്ങുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ടേമിലാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. ഇന്ന് ചെയ്ത് ഇന്ന് അങ്ങോട്ട് ബെനിഫിറ്റ് ഒന്നും വരില്ല, ഇന്ന് നല്ല ബോഡി പെയിൻ ആയിരിക്കും. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യുക. ഇത് ഫ്രണ്ട് റേസ്. സെയിം വേ അടുത്തത് ലാറ്ററൽ റേസ്. ഓക്കെ, ഈ എക്സസൈസ് ഒക്കെ നിങ്ങൾ നെറ്റ് തപ്പിയാൽ ഡമ്പൽ വെച്ചിട്ടും ഡമ്പൽ വെക്കാതെയും റെസിസ്റ്റൻറ്റ് ബാൻഡ് വെച്ചും ഒക്കെ കിട്ടും. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നല്ല എന്താണ് ഒരു അനക്കമൊക്കെ വയ്ക്കും അവിടെ. മനസ്സിലായോ? ഓക്കെ, ഇനിയുള്ളത് ഷോൾഡർ സ്ട്രഗ്. നമ്മൾ ഇങ്ങനെ ആയിട്ടില്ലേ, അത് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഓക്കെ, അതും ഒരു 10 തവണ ചെയ്യാം. പിന്നെ ഉള്ളത് എക്സ്ട്രാസ് ആണ്. ഇത് നിങ്ങൾക്ക് വണ്ണമൊക്കെ കുറയ്ക്കണം, ഭയങ്കര സംഭവമാകണം എന്നൊക്കെ കുറച്ചും കൂടെ ഒക്കെ ആഗ്രഹം തോന്നുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് സ്ക്വാട്ടാണ്, എനിക്ക് ഭയങ്കര പാടാണത്. ഓക്കെ, എനിക്ക് മുട്ട് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ മുട്ട് ഫ്രണ്ടിലോട്ട് തള്ളാതെ വേണം ഇത് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മൾ ബാക്കിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇരിക്കേണ്ടത്. ഇത് പോസ്റ്റർ കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. സോ നിങ്ങൾ ഒന്നെങ്കിൽ എക്സ്പെർട്ട് അഡ്വൈസ് ജിമ്മിൽ പോവുക, അതും അല്ലെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോസൊക്കെ കണ്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക, നല്ല വിവരമുള്ള ആൾക്കാർ ചെയ്തത്. ഞാൻ ജസ്റ്റ് ഐഡിയയ്ക്ക് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് എന്താണ്, ക്ലാപ്പ് അണ്ടർ തൈസ്. അതാണോ അതിൻ്റെ ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നിൽക്കുക, ഓക്കെ, തൈസിൻ്റെ അടിക്കോട്ട് അടിക്കുക, കൈ അടിക്കുക. ഓക്കെ, ഇത് ചെയ്താൽ വണ്ണം കുറയും, വയർ കുറയും എന്നാണ് പറയുന്നത്. പക്ഷേ വയർ കുറയണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫുഡും മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ എക്സസൈസും ചെയ്താലാണ്. ഫുഡ് മാറ്റിയാൽ തന്നെ ഫുള്ള് ബോഡി വെയിറ്റ് കുറയും. ബോഡി വെയിറ്റ് കുറയുന്നതിനപ്പുറം വണ്ണവും കുറയും, വയറും കുറയും. അത്രേ ഉള്ളൂ. അല്ല വയറ് മാത്രം കുറയാനായിട്ട് എക്സസൈസ് ഒന്നുമില്ല. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ വയറ് കുറയാനായിട്ട് തരുന്ന ഒരു എക്സസൈസ്. വേണേൽ ചെയ്താൽ മതി. ഞാൻ എക്സ്ട്രാസ് ആയിട്ട് എഴുതിയിട്ടേക്കുന്നതാണ്, ഞാൻ ചെയ്യാറില്ല. പിന്നെ ഏറ്റവും ഫൈനൽ നമ്മൾ ഒന്ന് സ്റ്റാൻഡിങ് മാർച്ച്, എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് മാർച്ച് ചെയ്ത് നിർത്തുക. ഓക്കെ, പിന്നെ കൂൾ ഡൗൺ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. കൂൾ ഡൗൺ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ ചെയ്ത കുറച്ച് കാര്യങ്ങളില്ലേ, അത് ചെയ്തങ്ങ് നിർത്താം. ഇത് മാർച്ച് ചെയ്ത് പിന്നെ കൂൾ ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത്, ഓക്കെ, കാഫ് റേസ് ചെയ്ത്
അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തങ്ങ് നിർത്തുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആയി കാണും. ആരാ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനിത് എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത് അമ്മയ്ക്കൊരു കുറച്ച് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഇതെല്ലാം വളരെ പയ്യെ ഞാനിപ്പോൾ കാണിച്ച കണക്ക് വെപ്രാളത്തിലൊന്നും അല്ല, വളരെ പയ്യെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്ലസ് സമയം എടുത്ത് ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങളും കൂടെ പല വീഡിയോസൊക്കെ കണ്ടൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അതായത് ഒന്നും ചെയ്യാത്തവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ ഇതൊന്നും ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. സോ ഇത് ജസ്റ്റ് എൻ്റെ അമ്മയുടെയൊക്കെ പ്രായം വരുന്ന ജിമ്മിലൊന്നും പോകാനായിട്ട് ഇനിയൊരു മടിയൊക്കെ ഫീൽ ചെയ്യുന്ന, എന്നാൽ വീട്ടിലിരുന്നിട്ട് ബോഡി പെയിൻ ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ചെറുതായിട്ടെങ്കിലും, ഇപ്പോഴും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബോഡി പെയിൻ ഉണ്ടെങ്കിലും ചെറുതായിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുക. എവിടാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവാം, അവരും ഇതുപോലുള്ള കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങൾ മുട്ടുവേദന ഉള്ളവരൊക്കെ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യാനും പറയും. നമ്മളത് ഇപ്പോൾ എൻ്റെ എനിക്ക് ഈ നെക്ക് പെയിൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇവർ ഇത് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറയും, എന്തിൻ്റെ ആവശ്യമാണ്, ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമാണ്, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മളത് ചെയ്ത് തുടങ്ങി ഒരു 2 ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം അറിയുന്നത്. ചെയ്ത് തുടങ്ങുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും, പക്ഷേ അത് ട്രസ്റ്റ് ചെയ്യുക, അതുമായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പോഴും ഈ ഫൈബ്രോമയാൽജിയം വെച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെച്ചിങ് ആദ്യം കാണിച്ച ആ സ്ട്രെച്ചിങ് എന്തായാലും ഞാൻ ചെയ്ത്, ബാക്കിയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ സ്ട്രെച്ചിങ് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. പറഞ്ഞ പോലെ 10 തവണ അല്ലെങ്കിൽ 20 തവണ ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ അത്യാവശ്യം പിടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ബോഡി ഫ്ലെക്സിബിൾ ആവും, ജോയിൻസ് ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവും. സോ നമുക്ക് അത്യാവശ്യം ജീവൻ നിലനിർത്തി പോകാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വീട്ടിൽ എക്സസൈസ് ചെയ്യാറുണ്ടോ? അത് ജിമ്മിലാണോ പോകുന്നത്? ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ കാണിച്ച അബദ്ധമാണോ എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുകൊണ്ടൊരു ഫിറ്റ്നസ് ക്ലാസ് ഒന്നും അല്ല ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാണ് സാധാരണ ഈ ചാനൽ ചെയ്യുന്നത്. ഇതാരെ അടിച്ചേൽപ്പിക്കാനൊന്നും സംഭവമല്ല. ഞാൻ എടുത്ത് പിന്നെയും പറയുന്നു, നിങ്ങൾ ഒരു എക്സ്പേർട്ടിനെ കണ്ടിട്ട് മാത്രം തീരുമാനിക്കുക. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ വേറെ നമുക്ക് അങ്ങനെ ആരും പറഞ്ഞു തരാനില്ല, അല്ലെങ്കിൽ നമുക്കൊരു ജിമ്മിൽ പോകാനുള്ള ഒരു ധൈര്യമില്ല. ഇപ്പം ഇച്ചിരി പ്രായമായ ആൾക്കാർ അങ്ങനെ മുന്നോട്ടിറങ്ങി പോകാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പം അവരെ ഉദ്ദേശിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം.